ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. നമ്മൾ ഒരു പള്ളിയിലോട്ടാണ് പോയിട്ടുള്ളത്, തമിഴ്നാട് കള്ളിക്കാട്. നിറയെ പേർക്ക് അറിയായിരിക്കും. ഒരുപാട് പേര് അവിടെ പോയി സ്റ്റേ ചെയ്ത് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാവേ. ഞാൻ പിന്നെ പോയത് ഇവരെ കൊണ്ടുവിടാൻ മാത്രമല്ല, എനിക്ക് കുറച്ച് സ്ഥലമെല്ലാം കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവരെ കൂടെ കൊണ്ടുപോയത്. അങ്ങനെ കുറച്ച് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നല്ല സ്ഥലമാണ്, നമ്മുടെ കേരളത്തിലെ പോലെയല്ല. വീടുകളൊക്കെ ഇവിടെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കാട് പോലത്തെ സ്ഥലവും വെള്ളമൊന്നും കിട്ടാത്തൊരു മരുഭൂമി പോലത്തെ സ്ഥലമാണ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വന്നു. ഞാനിപ്പോൾ കഴിക്കുന്നത് ഒരു മാങ്ങയാണ്. ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് ആ മാങ്ങ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും മധുരം ഇല്ലയെന്ന്, പക്ഷേ അപ്പൂപ്പൻ കഴിക്കാൻ തന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇത് വേറൊരു ഐറ്റമാണ്, കുഞ്ഞുങ്ങൾക്ക് പാലിൽ കലക്കി കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്നതാണ്. അതിൽ കുറച്ച് മധുരം ഇട്ട് പാലിൽ കലക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ അത് വാങ്ങി. പക്ഷേ അവൾക്ക് പാലിൽ കലക്കി കൊടുത്തില്ല. ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഞാൻ അതങ്ങ് കഴിച്ച്. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ കൊച്ചിനുള്ള മേക്കപ്പ് സാധനമൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിനെ ഒരുക്കി കൊണ്ട് നടത്താൻ ചേട്ടനാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ചേട്ടൻ അവൾക്ക് ഈ പൊട്ട് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് കളറായിട്ട് പൊട്ട് ഓരോ ദിവസം ഓരോ കളർ തൊടാന്നൊക്കെ പറഞ്ഞ് ആ പൊട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിയിൽ പോയി. നിങ്ങളീ കണ്ടല്ലോ, ഇത് ഞാൻ നമ്മുടെ കേരളത്തിലൊരു പള്ളിയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. കേരളത്തിലെ കല്യാണ വീടുകളിൽ മാത്രമല്ലേ ഈ ഇൻസ്ട്രുമെൻറ്റ് വായിക്കൂ. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ തമിഴ്നാട്ടിൽ ഈ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന. കാരണം നല്ലതായിരുന്നു. ഇവിടേക്ക് ആൾക്കാർ കിടക്കാൻ വേണ്ടി ഇതാ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. എല്ലാവരും രാത്രി ഇവിടെ കിടക്കും. വീട്ടിൽ നിന്ന് വന്ന എൻ്റെ അനിയത്തിയും പപ്പയും അമ്മയും എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. അണ്ണൻ മാത്രമേ നമ്മുടെ കൂടെ വരും. വീട്ടിൽ നിന്നാണെങ്കിലും വെളിയിലാണെങ്കിലും ഇവർക്ക് ഈ വഴക്കൊക്കെ നിർബന്ധമാണല്ലോ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഷോപ്പിങ്ങിന് നമുക്ക് കുറച്ച് സാധനം വാങ്ങി കൊടുത്തതിൻ്റെ കൂടെ ഈ ഒരു സ്ലേറ്റ് പോലത്തെ സാധനം ഉണ്ട്. സ്ലേറ്റ് അല്ല, ഇതൊരു കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു സംഭവമാണ്. ഈ പെന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു പെന്നുണ്ട്. അത് വെച്ച് അതിൽ എഴുതാം. എഴുതിയിടത്തിൽ അത് റൈസ് ചെയ്ത് കളയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ട് വാങ്ങിയതാണ്. അടിപൊളി സാധനമാണത്. അത് അവൾക്ക് ഇപ്പോൾ തന്നെ പൊട്ടിച്ച് അതിനകത്ത് നിന്ന് എഴുതണമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു അതിപ്പോൾ എഴുതണ്ട, അതിനകത്തുള്ള സാധനമൊക്കെ കളയാം. അതിനകത്ത് ഒരുപാട് ഷേപ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് അച്ചു പോലെയൊക്കെ വെക്കാം. അതിൻ്റെ മാർക്കൊക്കെ അതിൽ വരും. അത് നമുക്ക് റൈസ് ചെയ്ത് കളയാം. ഇവിടെ ചേട്ടനാണെങ്കിൽ കൊച്ചിന് പാലിൽ കലക്കി കൊടുക്കാൻ വേണ്ടി വാങ്ങിയ സാധനം അവിടെ നിന്ന് കുറച്ച് പഞ്ചസാരയും വാങ്ങി അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ചുക്ക് കാപ്പിയായിട്ട് കഴിക്കുന്നുണ്ട്. ചുക്ക് കാപ്പി ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ അവർ ചുക്ക് കാപ്പിയാണ് മെയിനായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചുക്ക് കാപ്പിയൊക്കെ കൊണ്ട് ഇതിൽ കൊടുക്കുന്ന കുറവല്ലേ, പക്ഷെ അവിടെ നിറയെ ചുക്ക് കാപ്പിയാണ് കൂടുതൽ. ചായയൊക്കെ കുറവാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ പോകില്ല, കേരളത്തിലൊന്നും അറിഞ്ഞുകൂടാന്ന്. പക്ഷേ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികളിൽ തന്നെ ആൾക്കാർ അവിടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചേട്ടനേന്ന് അതൊക്കെ വാങ്ങി ഞാൻ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് കൊച്ചു വർത്താനം കുശലമൊക്കെ പറയുന്നു. ആവശ്യമാണെങ്കിൽ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കി പഠിക്കുന്നത്. ഈ ഷേപ്പിൽ ഇങ്ങനെ ചേട്ടൻ മാർക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ തമ്മിലിവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു അടിയുണ്ട്. അതിൻ്റെ അടിയൊക്കെ തുടക്കമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ നിന്ന് കണ്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത് ചെണ്ടമേളം. അങ്ങനെ നമ്മൾ ചെണ്ടമേളം കാണാൻ പോയി. ഇനിയും ഒരുപാട് വിശേഷമുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമേ. അപ്പോൾ പിന്നെ ബായ്.